Are you ready, guys? നമ്മൾ എങ്ങോട്ടാ പോകുന്ന ഗൈസ്? സദ്യ, ട്രിവാൻഡ്രം സദ്യ വാങ്ങിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുക. യെസ്, അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രേറ്റ് ടു വർക്കല. എൻ്റെ കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് സനീർ എന്തയും. അവരങ്ങ് കോഴിക്കോട് നിന്ന് രജിസ്ട്രേഷൻ ചെയ്യാനും പിന്നെ ട്രിവാൻഡ്രം ഒന്ന് കറങ്ങാനായിട്ട് വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ട്രിവാൻഡ്രം സിറ്റിയും വർക്കലയും ഒക്കെ ഒന്ന് പോയി കറങ്ങാമെന്ന്. അങ്ങനെ നമ്മൾ വർക്കല ബീച്ചെത്തി. നമ്മൾ കറക്റ്റ് ടൈമാണ് എത്തിയത്. അപ്പോൾ ആദ്യം തന്നെ ബീച്ചിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഡാർജിലിംഗ് കഫേയിൽ വന്നേക്കുവാണ്. നല്ല ആംബിയൻസ് കൊള്ളാം, അടിപൊളിയാണ്. ഫുഡിനെ നോക്കണം. ലുക്സിൽ നമ്മൾ 10/10 കൊടുക്കുന്നു. ഗാർലിക് ബ്രെഡ് ഇല്ലാത്തൊരു സങ്കടമുണ്ട്. അങ്ങനെ ലോഡഡ് ഫ്രൈസ് വന്നു ഗായ്സ്. കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളപ്പോൾ ഇവിടെ മാംഗ്രോവിൽ വന്നതാണ്. നമ്മൾ പോയി ബോട്ടിങ് ചെയ്തിട്ട് വരാം. ബൈ. അപ്പോൾ ഇതാണ് നമ്മളെ കൊണ്ടുപോകുന്ന ബായും ബായിൻ്റെ ബോട്ടും. നമ്മളൊരു ഗെയിം സോൺ കണ്ടുപിടിച്ചവിടെ നമ്മൾ ഗെയിംസ് കളിക്കാൻ വന്നതാണ്. എന്തെല്ലാം ഉണ്ടെന്ന് ചോദിക്കും.
കോഴിക്കോട് അധികം കിട്ടാത്ത ട്രിവാൻഡ്രത്തുള്ള എന്ത് സ്പെഷ്യൽ ഫുഡ് വേണമെന്ന് ചോദിച്ചപ്പോൾ അവരാദ്യം തന്നെ പറഞ്ഞതാണ് ട്രിവാൻഡ്രം ബോളിയും പായസവും ഒക്കെ ഉള്ള സദ്യയും പിന്നെ പഴങ്കഞ്ഞിയും. ഇത് റീലിൽ കണ്ട് നമ്മളൊരു സ്പോട്ടിൽ വന്നതാണ്. നമ്മൾ ശംഖുമുഖം കാണാൻ വന്നതാണ്. ശംഖുമുഖത്ത് നേവി ഡേ കഴിഞ്ഞിട്ട് അവർ ഫുള്ള് അതിൻ്റെ സെറ്റ് ഇട്ടതൊക്കെ പൊളിക്കുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഓപ്പണായിട്ട് അത്രയ്ക്ക് ബീച്ചൊന്നും കാണാൻ പറ്റിയില്ല. എന്നാലും കുറച്ച് നേരം നമ്മളവിടെ കറങ്ങിയതിന് ശേഷം നേരെ ഭീമാപള്ളിയിലേക്കാണ് പോയത്. ഭീമാപള്ളി മാലിക് സിനിമയിൽ കണ്ടതിന് ശേഷം റന്തയ്ക്ക് കാണണം എന്നുള്ള ഇതിലാണ് അങ്ങോട്ടേക്ക് പോയത്. ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കയറി കണ്ടതിനൊക്കെ ശേഷം നേരെ വിട്ടത് നമ്മൾ സ്റ്റൈൽ പ്ലസിലേക്കാണ്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് എന്തായാലും സ്റ്റൈൽ പ്ലസിനെ പറ്റി അറിയായിരിക്കും. സ്റ്റൈൽ പ്ലസ് ഇവിടുത്തെ ഒരു സ്റ്റേഷനറി സ്റ്റേഷനറി എന്ന് പറയാൻ പറ്റില്ല. അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ സെക്ഷനും ഉണ്ട്. ടോയ്സ് ആയിക്കോട്ടെ, ഡ്രസ്സസ് ആയിക്കോട്ടെ, കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. എന്നാലും അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ക്യൂരിയോസ് ടൈപ്പ് ഐറ്റംസ് ആണ്. എക്സ്പെഷ്യലി ക്രിസ്മസ് ടൈമൊക്കെ അവിടുത്തെ കളക്ഷൻ അടിപൊളിയാണ്. വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ക്യൂരിയോസും ക്രാഫ്റ്റ്സും സാധനങ്ങളും ഒക്കെ അവിടെ കിട്ടും. അവിടെ നിന്ന് നമ്മൾ നേരെ വിട്ടത് ട്രിവാൻഡ്രം ലുലു മോൾ കാണാനാണ്. കുറച്ച് അവിടെ കറങ്ങിയതിനൊക്കെ ശേഷം നേരെ വീട്ടിലേക്ക് വരാനായിരുന്നു പ്ലാൻ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പോയായിരുന്നു, ബട്ട് അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. രാവിലത്തെ ജനശതാബ്ദിയിലായിരുന്നു ഇവർ കോഴിക്കോടേക്ക് റിട്ടേൺ പോകുന്നത്. അങ്ങനെ രാത്രിയൊക്കെ കുറച്ച് കറങ്ങി എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി. പോകാം. ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം എക്സ്പീരിയൻസ്. Had quite a lot of fun. Yes. We were able to see a lot of stuff. Yeah. It's all English. Yeah. Actually, Varkala was very nice, especially South Cliff. The beaches there were very clean. ഇംഗ്ലീഷ് പറയണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? അങ്ങനെയല്ല, നമ്മളിങ്ങനെ ഓവറാക്കാൻ ഫുള്ളായിട്ട്. Actually, South Cliff വളരെ നല്ലതായിരുന്നു, എസ്പെഷ്യലി ബീച്ചസ്. പിന്നെ ട്രിവാൻഡ്രം സിറ്റി വെച്ചാൽ എല്ലാം ഏകദേശം സാൻഡി ഉള്ളതുകൊണ്ട് നമ്മൾ പലതും കവർ ചെയ്തു. ഇല്ലെങ്കിൽ ഒന്നും കാണാൻ തിരിച്ചു പോയത്. മോസ്റ്റ് സിറ്റീസിലെ പോലെ ഒരു ഡെസ്റ്റിനേഷൻ കുറേ കിലോമീറ്റേഴ്സ് അപ്പുറത്തല്ല. അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞില്ല. സാൻഡി കാർ എടുത്ത് നമ്മളെ കൂട്ടാൻ വരുന്നു, അല്ലാതെ കൊണ്ടാക്കുന്നു. ഡ്രൈവർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. റെന്ത എന്താ ഉണ്ടാക്കുന്നത്? സ്പെഷ്യൽ മാഗി വിത്ത് ലോഡ് ഫ്രൈസ്. നല്ല സൂപ്പറാവും. ഇന്നലത്തെ ലെഫ്റ്റ് ഓവർ ലോഡ് ഫ്രൈസ് നമ്മൾ അതിനോട് മിക്സ് ചെയ്ത് സ്പെഷ്യൽ ലോഡ് ഫ്രൈസ് നൂഡിൽസ് ബൈ സന, റെത്ത ആൻഡ് സാൻഡ്ര. അങ്ങനെ രാവിലെ ജനശതാബ്ദി ട്രെയിന് കറക്റ്റ് ടൈമായിരുന്നു. ഞാൻ അവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ രണ്ടുപേരും തിരിച്ച് കോഴിക്കോടേക്ക് പോയി.